ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ വീട്ടിലത്തെ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് എൻ്റെ പട്ടാമ്പിത്തെ വീടാണ് കേട്ടോ. ഇക്കാൻ്റെ വീടും പട്ടാമ്പിയിലാണ്, എൻ്റെ വീടും പട്ടാമ്പിയിലാണ്. അപ്പോൾ ഫ്രൈഡേ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. സാറ്റർഡേ എടുത്ത വീഡിയോ ആണിത്. എൻ്റെ വീടൊന്നും കാണണ്ടേ നിങ്ങൾക്കൊക്കെ? എൻ്റെ ഉമ്മയും ഉപ്പയും വീട്ടിൽ തനിച്ചാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി ഞായറാഴ്ച പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളും വീട് പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തായാലും കമൻറ്റ് അയക്കണം കേട്ടോ. പിന്നെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഉമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓർഡറാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ചെടികളൊന്നുമില്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെന്താണ്, 2 സൈഡ് മുറ്റടിച്ച് വരാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ചൊരു കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, ഉമ്മ അടുക്കളയിലുണ്ട് കേട്ടോ. മക്കൾ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാർക്ക് നമുക്ക് ഉണ്ടാക്കി തരാനുള്ള ഫുഡൊക്കെ അവർക്ക് ഉണ്ടാക്കി തരാൻ, നമുക്ക് കഴിക്കാനും കൊതി കൊടുക്കാനല്ലേ നമ്മൾക്ക് ചില്ലാലേ. അതോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാനിട്ടൊന്നുമല്ല കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോ ഡിഷസും നമുക്ക് എന്ത് കഴിക്കാൻ അവരോട് പറഞ്ഞല്ലോ അത് അവർ നമുക്ക് ഉണ്ടാക്കി തരും അല്ലേ. അങ്ങനെ ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വളപ്പാണ് കേട്ടോ. ആകെ നല്ല രസമാണ് കാണാൻ, പക്ഷേ നല്ല പൊന്ത കിട്ടുന്ന ഉണ്ട്. ഇപ്പോൾ മഴയും കൂടി ആയപ്പോൾ നല്ല പൊന്തയായിട്ടുണ്ട്. പിന്നെന്താണ്, വേറെന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇന്നലെ അപ്ലോഡ് ചെയ്തൊരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അതൊക്കെ ഒന്ന് എല്ലാവരും പോയി കാണണം കേട്ടോ. വേറെന്താണ്, ഒരുപാട് ചെടിയൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ആ ചട്ടിയായിട്ട് കുറച്ച് ചെടികളുണ്ടായിരുന്നു, അതവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ മാറ്റി വെച്ചപ്പോൾ അതൊന്ന് ശരിക്കും വെച്ചതായിരുന്നു കേട്ടോ. പിന്നെന്താ, മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. ഉമ്മാരെ വീട്ടിലേക്ക് വന്നാൽ അവർക്കൊരു പ്രത്യേക കളിയും ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവുമല്ലോ അല്ലേ. അവർക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ പോവാത്ത ആൾക്കാരാണ് കേട്ടോ. ഇവിടെ വന്നാൽ റോഡിൽ കുറച്ച് വെള്ളമുണ്ട്, മഴ പെയ്ത വെള്ളം അങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ പോകും. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കലാണ് അവർക്കൊക്കെ പണി. അപ്പോൾ അവർ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഉമ്മയും ഹാപ്പിയാണ്. അങ്ങനെ നിങ്ങളും ഹാപ്പി ആവണം. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് കേട്ടോ. അങ്ങനെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താണ്, അങ്ങനെ അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചു തന്നിരുന്നു അല്ലേ, അത് ഇപ്പുറത്തെ സൈഡാട്ടോ. അങ്ങനെ ഈ സൈഡ് ഞാൻ അടിച്ചുവരിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 സൈഡ് മുറ്റടിച്ചുവരലൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ, നല്ല രസമാണ് കേട്ടോ. നല്ലൊരു കാലാവസ്ഥയായിരുന്നു, നല്ല മഴയില്ല നല്ല വെയിലും ഇല്ല, എന്നൊരു ചാറ്റൽ മഴ കൊടുക്കാനുള്ള ഒരു ദിവസമായിരുന്നു അന്ന് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇരുമ്പാമ്പുളിയുടെ തൈ ഉണ്ടായിരുന്നു. പിന്നെ പേരക്കട മരം ഉണ്ടായിരുന്നു കേട്ടോ. തൈയല്ല, മരം തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നല്ല, പിന്നെ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. ഈ 2 കാറിൻ്റെ ഇടയിൽ ഇങ്ങനെ പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തന്നത് കേട്ടോ. 2 വീടിൻ്റെ വഴിയാണ് കേട്ടോ അത്. ആ റോഡ് കാണുന്ന സൈഡിൽ കൂടിയാണ് വെള്ളം പോവുക. അപ്പോൾ പിന്നെ മഴയില്ലാത്തതുകൊണ്ട് ആ വെള്ളം കാണുന്നില്ല കേട്ടോ. പിന്നെന്താണ്, നമുക്ക് അടുക്കളയിൽ പോയിട്ട് ഉമ്മാനൊന്ന് പോയി നോക്കാം. ഇമ്മത നല്ല ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണ് ഉമ്മാനോട്, ഉമ്മ നല്ല ഒന്നും കൂടി മുരിക്കെന്ന് പറഞ്ഞിട്ടേ. അങ്ങനെ ഒരു മിഠായി കിട്ടി. ഒന്നുമില്ലെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ എന്തെങ്കിലും കിട്ടാതിരിക്കുമല്ലോ. അതുകൊണ്ട് താഴെയും പോയി ഒരു മിഠായി കഴിച്ചു. പിന്നെന്താണ്, ഗൾഫ് മിഠായിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഒന്നും കൂടി ട്രൈ ആക്കി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസാണ്.
പപ്പടം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ ഉപ്പ എന്തായാലും പപ്പടം എനിക്ക് മസ്റ്റാണ്. ഉപ്പാക്കും ഉമ്മാക്കറിയാം. അതുകൊണ്ട് ഞാൻ വന്നാൽ പപ്പടം അവിടെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് പപ്പടം. പപ്പടം ഒരു പ്ലേറ്റ് ചോറിന് 2 3 എന്തായാലും ഞാൻ കഴിക്കും. അങ്ങനെ ആരൊക്കെ ഉണ്ട് പപ്പടം നല്ല ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് അടുത്ത പണി ഉണ്ടായിരുന്നത് ജനലൊക്കെ ഒന്ന് തുടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ജനലൊക്കെ ഒന്ന് ക്ലീനാക്കി തുടച്ചെടുക്കുകയാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ ആ പണി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ലഞ്ചിൻ്റെ ടൈമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ പറഞ്ഞു എന്നോട്, ഉമ്മ എന്തായാലും നല്ല ഒരു വാഴൻ്റെലുള്ളൊരു പൊതിച്ചോറാക്കി തരുമോയെന്ന് ചോദിച്ചു. അപ്പം എന്നായിക്കോട്ടെ, അവരുടെ ഇഷ്ടമല്ലേ നമ്മളെ ഇഷ്ടം. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതല്ലേ, അപ്പോൾ ആ ഒരു പണിക്ക് നിന്നു കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിയണതിൻ്റെ മുന്നേ ഞാനിതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൊടുക്കണം, അപ്പോൾ തന്നെ കഴിച്ചിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അതാ ചോറ് വിളമ്പി, ചെമ്മീൻ റോസ്റ്റ് ഇട്ടു, പിന്നെന്താണ് അച്ചാറിട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ കോഴിമുട്ട പൊരിച്ചത് ഇപ്പോഴല്ലല്ലോ വെക്കുക, അത് പിന്നെ വെക്കാം അല്ലേ. അപ്പോൾ മുതിരപ്പേരിയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഉമ്മാൻ്റെ അടിപൊളി മുരിങ്ങക്കായ കറിയാണ് കേട്ടോ. നല്ല ഇഷ്ടം എൻ്റെ ഉമ്മാൻ്റെ മുരിങ്ങക്കായ കറി. അങ്ങനെ ഇതാ പപ്പടം ഒക്കെ കെട്ടി അതിൽ വെച്ചിട്ടില്ല കേട്ടോ, വേറെ വെച്ചത്. കോഴിമുട്ട പൊരിച്ചതും വെച്ചു. അങ്ങനെ കുളിക്കാൻ പോയതിന് ശേഷം ഇതാ ഫുഡ് കഴിക്കണം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഉമ്മാരുണ്ടാവുമ്പോൾ നമുക്കതിൻ്റെ വില അറിയില്ലല്ലേ. കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ അവസ്ഥ അല്ലേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ് കേട്ടോ. അസ്സലാമു അലൈക്കും, ബൈ.